ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കുബൂസ് ബീഫ് റോൾ ഉണ്ടാക്കിയാലോ? അടിപൊളിയാട്ടാ. ഇത് മിൻസ്ഡ് ബീഫാണ്. ബീഫ് അരച്ചിട്ട് ഫ്രോസൺ ചെയ്ത് കിട്ടുന്നത് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ ഇന്ന് ചിക്കൻ കൊണ്ടല്ല ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചിക്കൻ കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതാണ് കുബൂസ് എന്ന് പറയുന്ന അറബിക് ബ്രെഡ്. ഞാൻ ഇതിലാണ് റോൾ ചെയ്തെടുക്കുന്നത്. ചപ്പാത്തിയിൽ വെച്ചിട്ട് എന്തിൽ വേണമെങ്കിലും വെച്ച് റോളാക്കാം. ഇതിങ്ങനെയാണ് ഇരിക്കുക. ഈ മിൻസ്ഡ് ബീഫ് എന്ന് പറയുന്നത്. ഈ മിൻസ്ഡ് ബീഫ് രണ്ട് തരമുണ്ട്. അതായത് ഒന്ന് കുക്ക്ഡാണ്, മറ്റേത് റോ ആണ്. അപ്പോൾ കുക്ക്ഡാണെങ്കിൽ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ എല്ലാ സാധനങ്ങളും വേവിക്കുമ്പോൾ അതിലൊന്നിട്ട് വറുത്തെടുത്താൽ മതി. റോ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുക്കറിലിട്ട് ഒരു രണ്ടടി അടിച്ച് അതിനെ വേവിക്കണം കേട്ടോ. ഇത് റോ ആയതുകൊണ്ട് തന്നെ ആ ബീഫ് നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ രണ്ടടി അടിക്കാൻ വെക്കുന്നത്. ആവി പോയ കുക്കർ തുറക്കുക കേട്ടോ. ബീഫ് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഊറ്റി കളയണം കേട്ടോ. അതിന് വേണ്ടി ഒരു അരിപ്പയിലേക്ക് എടുക്കുക. ഇത് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയ ഗാർലിക് മയോണൈസ് ആണ് കേട്ടോ. ഈ ഗാർലിക് മയോണൈസ് വീട്ടിലുണ്ടാക്കാനായിട്ട് 2 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര്, ഇത് മിക്സിയിലിടുക. എന്നിട്ട് ഒരു മുട്ട ചേർക്കുക. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ച് അടിച്ചു കൊടുക്കുക. അത് നല്ല കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. 2 സവാള, 1 ക്യാരറ്റ്, 1 ചെറിയ കഷ്ണം കാബേജ് നമുക്ക് അരിഞ്ഞെടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടും കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വെച്ചിട്ടുള്ള നമ്മൾ വേവിച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കും. ചില സമയത്ത് ചെറിയ തീ വെക്കുന്നത് നല്ലത്. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിൽ മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതെടുത്തിട്ടൊന്ന് ജസ്റ്റ് വറുത്തെടുത്താൽ മതി. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവോള അതിലേക്കിട്ട് കൊടുക്കുക. സവോള നന്നായി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നല്ല തീയിൽ തന്നെ ഇട്ടിട്ട് ഫ്ലെയിം കൂടുതലിട്ടിട്ട് തന്നെ ചെയ്യാം. നന്നായി ഇറക്കി കൊടുത്താൽ മതി. ഇത് നന്നായി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിടുക, കുറച്ച് ഗരം മസാല, അത് ഞങ്ങൾ ഇവിടെ പൊടിപ്പിച്ചതാണ്. മസാല ഒന്ന് ഇതായിട്ട് വരുമ്പോൾ നമ്മുടെ കുരുമുളക് പൊടി സ്വല്പം ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ ഇതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. സവാള നന്നായി വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കുക. ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അങ്ങനെ ഫില്ലിങ്ങിനുള്ള നമ്മുടെ ബീഫിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫില്ല് ചെയ്യാം. സ്വല്പം മല്ലിയില എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. വലുതായ കാരണം കുബൂസ് നടു മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം മയോണൈസ് പരട്ടി കൊടുക്കുക. അതിൻ്റെ മീതെ ആവശ്യത്തിന് ബീഫ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ക്യാരറ്റ് വെതറി കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് കാബേജ് വെതറി കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതിന് മീതെ ഒരു 3-4 കഷ്ണം ക്യാപ്സിക്കം വെച്ച് കൊടുക്കുക. ഇത് പിസ്സ ഒലിവാണ്. ഇത് വേണമെന്ന് നിർബന്ധമില്ല കാരണം ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടി മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് തക്കാളി സോസ് ഇടാട്ടാ. ഇനി ആ കുബൂസ് ചുരുട്ടുക. ഇനി നമുക്കിതൊന്ന് സ്റ്റവിൽ വെച്ചിട്ട് ചെറുതായി മൊരിച്ചെടുക്കണം. ഞാൻ ഇതിൻ്റെ പുറത്ത് കുറച്ച് ബട്ടർ പരട്ടിയിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതുമാതിരി ചെറിയ വെയിറ്റ് കയറ്റി വെച്ചിട്ട് ഒരു 1 മിനിറ്റ് വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ എല്ലാ ഭാഗവും ഒന്ന് ലൈറ്റായിട്ട് മുരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കുബൂസ് ബീഫ് റോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞങ്ങളുടെ റെസിപ്പിയാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കേങ്കുട്ടിന് ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.